ഹലോ, അസ്സലാമലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു സംഭവം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബും വാച്ചിങ് ടൈമൊക്കെ പറ്റ കുറവാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അങ്ങനെ അതെല്ലാം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ശർക്കരപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കി വന്നാൽ അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നല്ലോണം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല നെയ്യിൻ്റെ ഫ്ലേവർ നേന്ത്രപ്പഴത്തിലൊക്കെ പിടിക്കുള്ളൂ, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അതിലോട്ട് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയത് നല്ല തിക്കിൽ ഉരുക്കിയിട്ട് അത് 2-3-4 സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ശർക്കരപ്പൊടിയിൽ ചുക്കും ഏലക്കായും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് നല്ലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 ഏലക്ക കുത്തിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് തേങ്ങ ചിരകിയതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് കൊണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതാണ് ഇത് ഇത്ര പൊടിയായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഈ ശർക്കരയിലും പഴത്തിന്മേലൊക്കെ പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് 2-3-4 പ്രാവശ്യം ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ പണി. ഈ മഴക്കാലത്ത് ഇങ്ങനെ ചൂടുള്ളൊരു പഴത്തിൻ്റെ വരട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് അടിപൊളിയായിട്ടുള്ളൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും, താങ്ക് യു.